എന്തായാലും ഈ 11 മുതൽ 3 വരെയുള്ള സമയം പുറത്തിറങ്ങരുതെന്നുള്ള ജാഗ്രതാ നിർദ്ദേശമൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാ മേഖലകളിലും അത് പ്രാവർത്തികമാകില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന പ്രതികരണങ്ങളും അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഓട്ടോയൊക്കെ ഓടിക്കുന്ന ചേട്ടന്മാരൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഹാഷ്മി, ഈ കടലിൽ നിന്നുള്ള മീൻ ലഭ്യതയും ഈ കനത്ത ചൂട് കാരണം കുറയുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നു. ചെറുവള്ളങ്ങളിലും മറ്റും മീൻ പിടിക്കാൻ പോകുന്നവർക്ക് ഇന്ധനച്ചെലവിനുള്ള മീൻ പോലും കിട്ടാത്ത സാഹചര്യമാണ്. കൊടിയ ചൂടിൽ മീൻ പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ വലിയ ബുദ്ധിമുട്ടിലാണ്. കടൽ വെള്ളത്തിന്റെ താപനില ഉയർന്നതാണ് മീൻ ലഭ്യത കുറയാൻ കാരണം എന്നാണ് വിദഗ്ധർ പറയുന്നത്. സംസ്ഥാനത്താകെ അനുഭവപ്പെടുന്ന കടുത്ത വേനൽ ഏറ്റവും ദോഷകരമായി ബാധിച്ചിരിക്കുന്നത് മത്സ്യബന്ധന മേഖലയെയാണ്. ചൂടിനെ അവഗണിച്ച് കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവർക്ക് പറയാൻ വറുതിയുടെ കഥകൾ മാത്രം. മീൻ പിടിക്കാൻ പോകുന്നവർ പലപ്പോഴും കാര്യമായൊന്നും ലഭിക്കാതെയാണ് മടങ്ങി വരുന്നത്. മീൻ കുറവായിട്ട് തന്നെ കിട്ടുന്നു. കാരണം ഞങ്ങൾക്ക് കടലിൽ പോയാലും അമിതമായിട്ടുള്ള ചൂട് തന്നെ. വസ്ത്രങ്ങളൊന്നും ഉപയോഗിക്കാതാണ് ഞങ്ങൾ സാധാരണ കിടക്കുന്നത്. ഈ ഇടിയും പിന്നലും വന്നിട്ട് പോലും തണുപ്പെന്ന് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടാറില്ല. അത്രയ്ക്കും വേഗത്തിലുള്ള ചൂടാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ആകുമ്പോൾ 500, 1000 രൂപയൊക്കെ ദിവസം കിട്ടും. ചിലപ്പോൾ 2000 കിട്ടും. അത്ര പണി തന്നെ ഉണ്ടുള്ളൂ. എനിക്ക് പോകാതെ നമ്മളെ വീട്ടിൽ പാടെ എങ്ങനെ കഴിയും? എന്തെങ്കിലും ആഹാരം ഭക്ഷണം കഴിക്കാൻ തന്നെ ഉള്ള ഇത് മക്കളെ കുട്ടിയെ നോക്കണ്ടേ? അന്തരീക്ഷ താപനില വർദ്ധിച്ചത് കടലിനെയും ബാധിച്ചിട്ടുണ്ട്. കടൽ വെള്ളത്തിന് ചൂട് കൂടിയതോടെ തീരക്കടൽ മീനുകളെല്ലാം ആഴക്കടലിലേക്ക് വലിഞ്ഞു. മീൻ കിട്ടണമെങ്കിൽ ആഴക്കടലിലേക്ക് പോകണം. കൂടുതൽ ദൂരം ഓടിപ്പോയാൽ തന്നെ ചിലവുകാശ് പോലും കിട്ടാറില്ല. നമ്മളിപ്പം ഇന്നലെ പണിക്ക് പോയി 10 രൂപയ്ക്കില്ലായിരുന്നു. തിരിച്ചാണ് വന്നത്. വല പോയിട്ട് 1 രൂപയ്ക്കില്ലായിരുന്നു. ഒരു 6000 രൂപ നഷ്ടമാണ് നമുക്ക് പണിക്ക്. ഇന്ന് പോകാൻ പോണു. ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന എന്തിനാണെന്നുള്ളത്. ഭയങ്കര ചൂട്. വെള്ളത്തിൽ കിടക്കാൻ പോലും പറ്റുന്നില്ല. വീട്ടിൽ കിടക്കാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയിൽ എണ്ണയ്ക്കുള്ള വില. നമുക്ക് ഇവിടെ നിന്ന് 40 കിലോമീറ്ററിൽ പോയിട്ട് വരുമ്പോൾ ഒരു 60 എണ്ണ 70 എണ്ണ എത്തും. 8000 രൂപ. അതിനുള്ള പണി നടക്കുന്നില്ല. ഇന്നലെ ഒരു വള്ളത്തിൽ 30,000 രൂപയ്ക്കുള്ളത് 40 കിലോമീറ്ററിൽ പോയിട്ടാണ്. നമ്മൾ 30 കിലോമീറ്ററിൽ എന്നാണ് ഒന്നും ഇല്ലാതെ. മീൻ വാങ്ങി വിപണിയിലേക്ക് എത്തിക്കുന്ന കച്ചവടക്കാരും പ്രതിസന്ധിയിലാണ്. മീൻ ലഭ്യത കുറഞ്ഞതോടെ വിലയും ഏറിയിട്ടുണ്ട്. വില കുറവാണ്. വണ്ടിക്കാർക്ക് പണി മോശം, ചൂടായതുകൊണ്ട്. ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൊല്ലത്തോവും. അപ്പോൾ അവിടെയും പണി മോശമാണ്. കൊല്ലക്കാർ മീൻ മിക്കവും ഇവിടെ വരെയാണ്. ചൂട് കൂടിയതിനെ തുടർന്ന് വള്ളങ്ങളിലും മറ്റും മീൻ പിടിക്കാൻ പോകുന്നവർ ഇപ്പോൾ വൈകിട്ടാണ് കടലിൽ പോകുന്നത്. കഠിനമായ ചൂടിൽ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളും പതിവാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.